തുണയായി നീ തണലാകണം. സത്യം ധനം ജ്ഞാനം ബലം സ്നേഹം അഖിലാണ്ട ജീവോദയം. സത്യം ധനം ജ്ഞാനം ബലം സ്നേഹം അഖിലാണ്ട ജീവോദയം. Online through WhatsApp and Google Meets applications. Our whole community, our whole staff community, were very serious, very dedicated, and around the world, we were only dependent upon the news channels, the Android mobiles, and the laptops and other platforms. But standing today, the November 1st, the Kerala Day, we just stand back the past 1.5 years. കോവിഡ് മഹാമാരി ഏറ്റവും അധികം ആഘാതമേൽപ്പിച്ച മേഖലകളിലൊന്നായ വിദ്യാഭ്യാസ മേഖലയും ആധുനികവൽക്കരണത്തിന്റെയും ഉയർത്തെഴുന്നേൽപ്പിന്റെയും പാതയിൽ തന്നെയാണ്. അടച്ചിട്ട ക്ലാസ് മുറികളും ഈ സ്കൂളിൻ്റെ ഫിസിക്കലി കൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ക്ലാസ്സിനകത്തേക്ക് ഓൺലൈനിലൂടെ ക്ലാസ്സുകളും എല്ലാ ദിനങ്ങളും ഭംഗിയായി ആചരിക്കുകയും ചെയ്ത എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇനാഗുറേഷൻ ആണ്. Bless you. Thank you for responding me. അപ്പോൾ നമ്മുടെ സ്കൂൾ നാം റീഓപ്പൺ ചെയ്യുകയാണ്. Good morning, friends. Good morning. എനർജി പോയോ? മാനേജർ സാർ ചോദിച്ചപ്പോൾ നല്ല എനർജി ഉണ്ടായിരുന്നല്ലോ. ആ എനർജിയിൽ ഒരു ഗുഡ് മോർണിംഗ്. ആദ്യമായി തന്നെ നമ്മുടെ സ്കൂളിൽ ഒരു സിക്ക് റൂം നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അഥവാ വയ്യാതെ വരുന്ന കുട്ടികൾക്ക് ഒരു സിക്ക് റൂം സ്കൂളിൽ ഡെസിഗ്നേറ്റ് ചെയ്യണമെന്ന് ഗവൺമെന്റ് നിർദ്ദേശിച്ച പ്രകാരം നമ്മളൊരു സിക്ക് റൂം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും നിങ്ങൾക്ക് ഏത് തരം സിംറ്റംസ് ഓർ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ശാരീരിക ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സ്കൂളിൽ വരാതിരിക്കുക. നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും വയ്യാതെ തോന്നുന്നുണ്ടെങ്കിൽ അന്ന് നിങ്ങൾ ലീവ് എടുക്കേണ്ടതും തുടർന്ന് ക്ലാസ് ടീച്ചർമാരെ നിങ്ങളത് അറിയിക്കേണ്ടതുമാണ്. രണ്ടാമതായി സാമൂഹിക അകലം നിങ്ങൾ പാലിക്കുക. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദാറ്റ് ഈസ് ദ മെയിൻ നമ്മുടെ കോവിഡിനെ നമുക്ക് ഡിഫീറ്റ് ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂൾ അത് തന്നെയാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറയുക. അത് നിങ്ങൾ അനേക ദിവസങ്ങൾക്ക് ശേഷമാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടത്. അതിൻ്റെ ഒരു സന്തോഷവും സ്നേഹപ്രകടനവും ഒക്കെ ഉണ്ടാകും. എന്നിരുന്നാലും നിങ്ങൾ പ്ലീസ് ആ ഒരു കാര്യം സീരിയസ് ആയിട്ട് ചെയ്യുക. പിന്നെ പറഞ്ഞതുപോലെ മാസ്ക് എപ്പോഴും നിങ്ങൾ ധരിക്കുക. ഒരു കാരണവശാലും നിങ്ങൾ മാസ്ക് റിമൂവ് ചെയ്യരുത്. അതിനാൽ തന്നെ നിങ്ങളോട് സ്നാക്സ് ഫുഡൊന്നും കൊണ്ടുവരാതിരിക്കാൻ പറഞ്ഞേക്കുന്നത്. അനാവശ്യമായിട്ട് മാസ്ക് റിമൂവ് ചെയ്ത് റിസ്ക് കൂടാതിരിക്കുവാനാണ്. പക്ഷേ നിങ്ങൾക്ക് വെള്ളം നിങ്ങൾ എല്ലാവരും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ വളരെ സൂക്ഷിച്ച് മാത്രം അടുത്ത ആൾക്കാരൊന്നും ഇല്ലാത്ത ഒരു സമയത്ത് മാത്രം മാസ്ക് ചെറുതായിട്ട് മാറ്റി നിങ്ങൾക്ക് വെള്ളം കുടിക്കുവാനുള്ള സൗകര്യമുണ്ട്. പിന്നെ സ്കൂൾ മാനേജ്മെൻറ്റ് ഇവിടെ താഴെ നിങ്ങൾ കയറി വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കൈ കഴുകുവാൻ സോപ്പ് വെള്ളം എല്ലാം അവിടെ ആ വാഷ് ബേസിൻ്റെ അവിടെ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ ബ്രേക്കിന് പുറത്ത് പോയിട്ട് വരുമ്പോഴോ ഇറങ്ങുമ്പോഴോ എപ്പോഴാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് കൈ കഴുകാവുന്നതാണ്. എല്ലാ ക്ലാസ് റൂംസിലും സാനിറ്റൈസേഴ്സ് ആ ക്ലാസ് റൂം കയറുന്ന അവിടെ സാനിറ്റൈസേഴ്സ് വെച്ചിട്ടുണ്ട്. അതെല്ലാവരും നിങ്ങൾ ഉപയോഗിക്കാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നു.
പ്രത്യേകിച്ച് ഇന്റർവെൽ ടൈം ഇവിടെ പറഞ്ഞതുപോലെ എല്ലാ കുട്ടികൾക്കും ഒരുമിച്ചായിരിക്കില്ല. ഓരോ ക്ലാസ്സസിനും ഓരോ ഡിഫറെൻറ്റ് ടൈമിലായിരിക്കും ഇന്റർവെൽ. അപ്പോൾ നമുക്ക് ബാത്റൂമിൽ ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ അവിടെ ക്രൗഡിങ് എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ നിങ്ങളോട് തന്നെ സാനിറ്റൈസേഴ്സ് കൊണ്ടുവരാൻ പാരൻസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ബാഗിൽ ഒരു ചെറിയ സാനിറ്റൈസേഴ്സ് കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അല്ലാതെ എല്ലാ ക്ലാസ് റൂംസിലും നിങ്ങൾക്ക് സാനിറ്റൈസേഴ്സ് സ്കൂൾ മാനേജ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾ മറക്കാതെ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകം ഇതൊക്കെയാണ് നമ്മളിവിടെ സ്കൂളിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. ഇതെല്ലാം നിങ്ങൾ ഒരു ദിവസം 2 ദിവസമല്ല, ഇവിടെ വരുന്ന എല്ലാ ദിവസവും നിങ്ങൾ നിർബന്ധമായിട്ടും അത് പാലിക്കേണ്ടുന്നതാണ്. ഒരു ചെറിയൊരു അശ്രദ്ധ നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ തന്നെയും അത് നമ്മളെ മാത്രമല്ല നമ്മുടെ കൂട്ടുകാരുടെയും അവരുടെ ഫാമിലീസ് ഉണ്ട് അവരെല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഓരോരുത്തരും അത് മനസ്സിൽ സൂക്ഷിക്കേണ്ടുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം നിങ്ങൾ ഇതുപോലെ തന്നെ പാലിക്കുക. ഇതൊക്കെയാണ് സ്കൂളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. പക്ഷെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അത് ഇവിടെ സ്കൂളിൽ മാത്രം തീരുന്നില്ല. നിങ്ങൾ മടങ്ങി തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട്. സ്കൂളിൽ നിന്ന് വീട്ടിൽ എത്തുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡ്രസ് യൂണിഫോം അത് അന്ന് തന്നെ വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതൊക്കെ നമ്മൾ പാരൻസിനോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് യാത്ര ചെയ്ത് മടങ്ങിയെത്തുമ്പോൾ കുളിക്കുക ആൻഡ് കൊണ്ടുവന്ന ബാഗ് സാനിറ്റൈസ് ചെയ്യുക. നിങ്ങൾ ഉപയോഗിച്ച ഐ തിങ്ക് ബുക്സ് അങ്ങനെയൊന്നും ഇപ്പം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ്. നിങ്ങൾ കൊണ്ടുവരുന്ന ബുക്സ്, സ്റ്റേഷനറി ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മടങ്ങി അത് വീട്ടിൽ എത്തുമ്പോൾ അതെല്ലാം സാനിറ്റൈസ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രത്യേകം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഹാൻഡ് സാനിറ്റൈസ് ചെയ്യുക. ഓൾസോ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തുവല്ലോ, ഡ്രസ്സസ് അന്നുള്ളത് അന്നു തന്നെ വാഷ് ചെയ്തിടുക. പ്രത്യേകം അത് വീണ്ടും നെക്സ്റ്റ് ഡേ ധരിക്കാൻ ഇടയാകരുത്. അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള സാനിറ്ററി ഹെൽത്ത് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് വിഷിംഗ് യു ഓൾ എ വെരി ഹെൽത്തി ആൻഡ് റിമൈനിങ് അക്കാഡമിക് ഇയർ, ഒരു സക്സസ്ഫുൾ റിമൈനിങ് അക്കാഡമിക് ഇയർ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ ഒരു ഷോർട്ട് മെസ്സേജിൽ നിന്ന് ഞാൻ എഴുതുകൊള്ളുന്നു. മേ ദ ലോർഡ് ബ്ലെസ് യു ഓൾ. The COVID pandemic has left us with no moments or memories to remember the 2 most precious years of our school life. It has been 13 years since I started studying in this school. The things that I missed most during this lockdown was the interaction with teachers and my friends and the school's most wonderful atmosphere that has been a part of my life since my childhood. All the good events and celebrations that we used to celebrate until the pre-corona days, like Onam, art, sports, all covered in a 5 to 10 minutes videos. However, we all are so grateful to our dear teachers who gave us full support and make our online classes so much interesting. Finally, we have somehow overcome all the pandemic crisis and came back to school again. So let us go ahead with full determination by following the COVID precautions and the government restrictions. Thus, we can build a bright future together. Here I would like to conclude my words. Thank you.